ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ. ഇന്നിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇന്നൊരു കുക്കർ ബിരിയാണി ആയിക്കോട്ടെ, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഞാനിതാ ഒരു കുക്കർ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ പാർന്നതാ ഞാൻ ഉള്ളിയിൽ വാട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് സമയമില്ലാത്ത നേരത്തൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ കുക്കർ ബിരിയാണി. എന്നാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ, ബിരിയാണീൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടണേ. പിന്നെ ഞാൻ ഇതാ ഉള്ളിയൊക്കെ വാട്ടി വന്ന് തക്കാളി ഇട്ടിട്ട് വാട്ടി. ഞാൻ ചെറിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കണേ. കുറഞ്ഞ ആൾക്കാരൊക്കെ ഉള്ളിടത്ത് നല്ലത് ഇങ്ങനെ കുക്കറിലൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ വെറുതെ ചെമ്പൊന്നും വെച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അതിൽക്കിതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച ഒക്കെ ഇട്ടുകൊടുത്തു. പിന്നെ കുറച്ച് തൈരും ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നാടൻ തൈരാണ് കേട്ടോ, നല്ല പുളിയാണ്. ഞാനത് കുറച്ചുള്ളൂ ഒഴിച്ചു കൊടുത്തിട്ട്. പിന്നെ ഇതാ മല്ലിപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു, ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, ഇത് രണ്ടും പാക്കറ്റാണ് കേട്ടോ, പാക്കറ്റ് പൊടിയാണ്. അപ്പോൾ അത് രണ്ടും ഇട്ടതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കുറച്ച് ചിക്കനും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചേ ഞാൻ ഉണ്ടാക്കണുള്ളൂ, 3 പേർക്കുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇതാകുമ്പോഴേക്കും ഞാനിതാ ഒരു കലം ഗ്യാസിൽ വെച്ചിട്ട് വെള്ളം വെച്ച് തിളച്ചതാ ഞാൻ അതിൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മസാല റെഡിയായി, നമ്മളെ അരി ചോറും ആയിട്ടോ. ഈ ചോറ് ഇതിൽ നിന്ന് ഊറ്റിയിട്ട് നമ്മൾ ഈ കുക്കറിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ കുക്കറിൽ വെള്ളം പാർന്നിട്ട് ആ വെള്ളത്തിൽ അരി ഇട്ടിട്ട് ഒന്ന് വിസിലടിച്ചാലും മതി. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യണേ. അപ്പോൾ പിന്നെ ഈ ഇറച്ചിയൊക്കെ വെന്ത് കലങ്ങും. ഞാനിതാ ഈ ഒരു ഇല ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. ബിരിയാണി നെയ്ച്ചോറിലൊക്കെ ഈ ഇല ഇട്ടായിട്ടുണ്ടോ, നമ്മൾ ഈ കുക്കറൊക്കെ തുറക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ സ്മെല്ല് എവിടെ എത്തുന്നറിയുമോ. ഒരു ചെടിയാണ് കേട്ടോ, ഇതിൻ്റെ ഇലയാണ്. ഇത് അങ്ങനെ മണമൊന്നും ഉണ്ടാവില്ല. ഇതിൽ നമ്മൾ ചോറിലിട്ടിട്ട് ആ ദമ്മൊക്കെ തുറക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കർ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് കുറച്ച് സമയം വെക്കണം കേട്ടോ. നമ്മൾ ഈ അരി ഊറ്റിയിടുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റണം. നമ്മൾ ദമ്മിലാണെങ്കിൽ ആ ചൂടിൽ കിടന്ന വെള്ളമൊക്കെ വറ്റിപ്പോവും, ഗ്യാസൊന്നല്ലേ. അപ്പോൾ നമ്മളിതാ ദമ്മ് നമ്മളെ കുക്കറിൻ്റെ അടപ്പ് തുറന്നു കേട്ടോ. ഇനി ഇലയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.